ശൈത്താന്റെ പേരാണ്. നല്ലത് മറിച്ചിട്ടാലാണ് ഏറ്റവും വടക്ക് എന്ന് പറഞ്ഞത്. അതിന്റെ ഏറ്റവും വലിയ സിമ്പലാണ്. ഖുർആൻ ഓതി കുറെ മുസ്തഫമാര് നന്നായി, ഒരു മുസ്തഫ അങ്ങനെയായി. ശരിക്കും ഈ പറഞ്ഞ പോലെ തലവേന്റെ പണിയൊക്കെ എടുക്കും. ഒരാളുടെ സ്വന്തം വീട്ടിൽ മകനിക്ക് അള്ളാഹുവിന് പേരിട്ടു, മാതാ കൂട്ടി കൊണ്ടുവന്നു. ഇത് തലവേദന എന്ത് ചെയ്യുമ്പോൾ ശരിവരെ സംഭവിച്ചു. അപ്പൊ ഇതവരെ അറിയാനിട്ടാണ്. അല്ല, മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി ഈ ആയത്ത് മനസ്സിലാക്കിയിട്ട് മുസൈലിമയുടെ മന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്, മുഹമ്മദിന്റെ ഖുർആൻ തകർക്കാൻ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അള്ളാഹുവിന് പേരിട്ടാൽ പോരെ? മന്ത്രി പറഞ്ഞു, അതെ, പക്ഷെ അതിന് മെനക്കെടണ്ട. സംഭവം എനിക്കും അറിയാം, ഇങ്ങൾക്കും അറിയാം മുഹമ്മദ് സത്യവാനാണ്, അതിന് മെനക്കെടണ്ട എന്ന് മന്ത്രിയുടെ ഉപദേശം. മുസൈലിമയുടെ ഈ പ്രബുദ്ധത തണുക്കുന്നില്ല. മുസൈലിമ പറഞ്ഞു, ഞാൻ പേരിട്ടിരിക്കും. മന്ത്രി പറഞ്ഞു, ക്രമാനുഗതമായി മതി, ചാടി ഇറങ്ങണ്ട. ആദ്യം നിങ്ങൾ അള്ളാഹുവിന് പേരിടാൻ മെനക്കെടണ്ട, അതിന്റെ താഴെ എന്തെങ്കിലും പിടിക്കുന്നു. പിന്നെ താഴെ എന്താ? മന്ത്രി പറഞ്ഞു, റഹ്മാന്റെ പേരിട്ടോ, അതിട്ടു. അങ്ങനെ മുസൈലിമയുടെ ഒരു സ്ഥാനപ്പേര് റഹ്മാൻ യമാമ എന്നാണ്. ഒന്നും സംഭവിച്ചു. അപ്പൊ മുസൈലിമ തീരുമാനിച്ചു, ഒരു കുഴപ്പമൊന്നുമില്ല, പിന്നെ അള്ളാഹുവിന്റെ പേരിട്ടാൽ എന്താ? അപ്പോൾ മന്ത്രി തടസ്സം നിന്നു. രാജ്യത്തെ തന്റെ പ്രജകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ പുത്രൻ ജനിച്ചപ്പോ വലിയ ഒരു നാമകരണ ചടങ്ങ്, ഖുർആൻ തകർക്കാൻ പോകുന്നു, അള്ളാഹു എന്ന പേരിടാൻ. ഈ സംഭവം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് അവരുടെ അസ്സവാഇഖുൽ മുഹീഖയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു എന്ന പേരിടേണ്ട താമസം ഫലം തൽബസ് മുദ്ദ ഹത്താ നസല മിനസ് സമാഇ നാറുൻ ഫഅഹറഖ. ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങുകയും ഈ കുരങ്ങിനെ അത് കരിച്ചു കളയുകയും ചെയ്തു എന്ന്. ഭൂമിയിൽ ശ്വാസം വിട്ടുകൊണ്ടാണ് അള്ളാഹു ഉണ്ടായത്. എന്തായിരിക്കും അവര് ഈ ആയത്തെല്ലാം കണ്ടിട്ടും ഇടാത്തതെന്ന് വെച്ചാൽ അള്ളാഹുവാണ് മുക്കല്ലിമൻകുലു തോന്നിക്കുന്നില്ല. പക്ഷെ അത് വലിയൊരു കൗതുകമായി നിലകൊള്ളുകയാണ്. ഉണ്ടെങ്കിൽ പറയൂ, അള്ളാഹു എന്റെ പേരുള്ളവരാണെന്നുണ്ടെങ്കിൽ പറയൂ. ഒരു പേരിടാൻ ഇത്ര വലിയ അധ്വാനമുണ്ടോ? പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കും. പേരിൽ എന്തൊക്കെയായിരിക്കുന്നില്ല, പേരിലാണ് ഇതിരിക്കുന്നത്. ആരും പേരിടില്ല. എല്ലെങ്കിലും ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിനെ, ഈ ഖുർആനെ തകർക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് ഒരു അധ്വാനവും ഇല്ലാതെ തകർക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ അള്ളാഹു ഇസ്ലാമിന്റെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പോവാം. എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, സൂറത്തുൽ മസദ്. ഞാൻ ഒറ്റയ്ക്ക് പറയുമ്പോൾ അതിലൊരു രസമില്ല. എല്ലാവർക്കും കൂടി തബ്ബത് യദാ ഓതിയാലും എനിക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ കൂടെ കൂട്ടേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബിലും മിൻ മസദ്. ഇതെന്താ പറയുന്നത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിന്റെ രണ്ട് കാര്യങ്ങളും നശിച്ചു പോയിരിക്കുന്നു. അബൂ ലഹബ് നശിച്ചു പോയിരിക്കുന്നു. ശാപാണ്. അബൂ ലഹബ് അത്യാവശ്യം സമ്പന്നനാണ്. അവന്റെ സമ്പത്തോ ആസ്തിയോ തൊഴിലാളികളോ അബൂ ലഹബിന് 5 പൈസയുടെ ഉപകാരം ചെയ്തില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, നാളെന്നുള്ള അഗ്നി അബൂ ലഹബ് പ്രകയെ രുചിക്കുക തന്നെ ചെയ്യും. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, ആ വിറക് ചുമക്കുന്ന പ്രവാചകനെ വാരിക്കുഴിയിൽ ഇട്ടാൻ ഗൂഢാലോചന പണിത അബൂ ലഹബിന്റെ പത്നിയുണ്ടല്ലോ, ആ പത്നിയും
ഫീ ജീദിഹാ ഹബ്ലും മിൻ മസ്ദ്. അവരുടെ കണ്ടത്തിലുമുണ്ട് കഴുത്തിലുമുണ്ട് തീ കൊണ്ടൊരു ആഭരണം. ഒരു കഥയാണ്, ഒരു ചരിത്രമാണ് ആ സൂറത്തിലുള്ളത്. പ്രവാചകന്റെ മതകാണ് ആ കൃതികൾ. പക്ഷെ നോക്കൂ, അബൂലഹബും പത്നിയും ഒരു സെക്കൻഡ് തീരുമാനിച്ചു നിൽക്കട്ടെ, ഞാനും ഇനി മുസ്ലിം ആകൂല എന്നാണ് ഇപ്പോൾ മുഹമ്മദിന്റെ ഖുർആനിലുള്ളത്. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ പോയിട്ട് പറയണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹ്. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഈ അബൂലഹബും ഭാര്യയും പറഞ്ഞിരുന്നുവെങ്കിൽ റസൂലിനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? സംഭവം 1 മിനിറ്റ് പണിയല്ലേ ഉള്ളൂ. എന്നാ ഇവര് വിവരം ബുദ്ധിയോ ആലോചന ഇല്ലാത്ത കൂട്ടരാണോ? അറേബ്യയിൽ ഏറ്റവും പ്രമുഖരായ 3 ആളാണ്. ഒന്ന് അബൂ സുഫിയാൻ, അബൂ ലഹബ് പ്രവാചകന്റെ കുടുംബക്കാരൻ, പിന്നെ അംർ ബിൻ ഹിഷാം, അബൂ ജഹൽ. റോമെന്നും പേർഷ്യ 4 അറേബ്യയിൽ വന്നാലും ചോദിക്കുന്ന ആളാണ് ഈ 3 ആളുകൾ. അവർക്ക് യോഗം കൂടുതൽ വേറെ തന്നെ ഓഫീസുണ്ട്, ദാറുൽ നദ്വ. ഇനി ഇവരെ തലയിൽ വന്നില്ലെങ്കിൽ സമാനമായ പല കോണ്ടക്സുകളിലും ഇബ്ലീസ് വന്നുകൊണ്ട് ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഇബ്ലീസിന് തോന്നിയില്ലേ കൊടുക്കണം? സിമ്പിൾ അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് നിഫാഖനെങ്കിലും സഹാബികളുടെ ഈമാൻ ഇളക്കാൻ, പ്രവാചകനെ അസ്വസ്ഥപ്പെടുത്താൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹി എന്ന കലിമ ചൊല്ലിയിരുന്നുവെങ്കിൽ സൂറത്തുൽ മസ്ദിനെ പ്രവാചകന് ഓതാൻ പറ്റില്ലായിരുന്നു. സഹാബികളെ ചെന്ന് ചോദിക്കും. സഹാബികളുടെ ഈമാൻ ഒട്ടൊക്കെ തന്നെ ആയിട്ടുള്ളൂ. സഹാബികളുടെ ഈമാൻ 23 കൊല്ലം കൊണ്ടാണ് ബലപ്പെട്ടത്. ഒറ്റടിക്കുന്ന എല്ലാ ഈമാനും ഉറച്ചിട്ടൊന്നുമില്ല. അതിവിടെയുള്ള കള്ളത്വ